ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയുടെ പ്രിപ്പറേഷനിലേക്ക് കുറച്ചുകൂടി മധുരം ചേർക്കാൻ വേണ്ടി ഞാനൊരു ചോദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സിൽ നിങ്ങൾക്ക് സ്റ്റാറ്റി പഠിക്കാനുള്ള കാര്യം എനിക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിയിലെ സെക്കൻഡ് ചാപ്റ്റർ അവിടെ നിന്ന് ചോദിക്കുന്നതാണ്. ഒരു നല്ല ക്വസ്റ്റ്യനെയർ ഉണ്ടാവേണ്ട, ഒരു ഗുഡ് ക്വസ്റ്റ്യനെയർ ഉണ്ടാവേണ്ട കുറച്ച് ക്വാളിറ്റി, നല്ല മനുഷ്യനുണ്ടാവേണ്ട കുറച്ച് ക്വാളിറ്റി നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്താണ്? മനുഷ്യരോട് നല്ലതായിട്ട് പെരുമാറണം, നല്ല രീതിയിലുള്ള സംസാരിക്കണം, മോശമായിട്ട് പെരുമാറാൻ പാടില്ല, സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ പഠിക്കണം. ഇതൊക്കെ ഒരു മനുഷ്യനുണ്ടാവേണ്ട നല്ല ക്വാളിറ്റീസാണ്. അപ്പോൾ ഒരു നല്ല മനുഷ്യനുണ്ടാവേണ്ട ക്വാളിറ്റി പോലെ തന്നെ നല്ലൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനെയർ? ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു സർവേയുടെ ഭാഗമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അവിടെ ചോദ്യങ്ങളുണ്ടാവും, അതിന് ഓപ്ഷൻസും ഉണ്ടാവും അല്ലേ? ഉത്തരം എഴുതാൻ കോളങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ബി ക്യാപ്പബിൾ ഫോർ കളക്ടിങ് ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് സർവേ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വേണ്ടത് കുട്ടികളുടെ പഠന നിലവാരത്തെക്കുറിച്ചാണ് വിചാരിക്കുക. നമ്മളെന്താണ് IPL കുറിച്ചാണ് അവരോട് ചോദിച്ചതെന്ന് വിചാരിക്കുക, വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ വേണ്ടപ്പെട്ട നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തത് ദ ലാംഗ്വേജസ് ആൻഡ് വേർഡിങ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി കൺവീനിയൻറ്റ് ടു ദ ഇൻഫോർമൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലളിതമായ ഭാഷ ഉപയോഗിക്കണം. ലളിതമായ ഭാഷ ഉപയോഗിക്കണം. നോക്കിയേ, ചോദ്യങ്ങളും ഭാഷകളും പദങ്ങളും വിവരദാതാവിന് സൗകര്യപ്രദമായിരിക്കണം. അതായത് ഇത് വായിച്ചിട്ട് ഒരാൾ പൂരിപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യാറുള്ളത്. അതാണ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനെയർ ആളെ പൂരിപ്പിച്ച് അയക്കണമെങ്കിൽ അയാൾക്ക് ഓരോ ചോദ്യം വായിക്കുമ്പോഴും ഇതെന്താ ഉദ്ദേശം എന്നുള്ള കാര്യം മനസ്സിലാവണം അല്ലേ? അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ MCQs എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C, ഓപ്ഷൻ D, ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുക്കുമല്ലോ. ഈ സംഭവമാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ അതിന് മാച്ച് ചെയ്യേണ്ട ഉത്തരം ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്ത് വെക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സംഗതിയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥിയാണോ? ആണ്, അല്ല, യെസ് ഓർ നോ. അങ്ങനെ നമുക്ക് 2 ഓപ്ഷൻസ് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? യെസ് എന്ന് എഴുതിയിട്ട് ഒരു ബോക്സും കൊടുക്കാം, നോ എന്ന് എഴുതിയിട്ട് മറ്റൊരു ബോക്സും കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യുക? യെസ് എന്ന് ടിക്ക് ചെയ്യും. ഇത്രയുള്ള സംഭവം. അപ്പോൾ അങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്തിനാ പരമാവധി ചേർക്കണം. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. അതെ അല്ലെങ്കിൽ ഇല്ല എന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഒന്നിലധികം ഉത്തരങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കണം. ഇനി നാലാമത്തത് അവോയ്ഡ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. നമ്മളെന്താണ്? ഒരു വ്യക്തിയുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് വേണ്ട വിവരങ്ങൾ മാത്രം ചോദിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മളത് അറിഞ്ഞിട്ടുണ്ട്, നമ്മളോട് ചോദിക്കണേ നിൻ്റെ ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് നാട്ടുകാർ, നീ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ പേഴ്സണലായിട്ട് കാര്യം ചോദിക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. എന്താ കാരണം? അത് അയാളുടെ പേഴ്സണൽ കാര്യമാണ്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്ത് ഈ പറയുന്ന ക്വസ്റ്റ്യനെയർ കൊടുക്കുമ്പം അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചോദിക്കാൻ പാടില്ല. അങ്ങനത്തെ കാര്യം നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ വ്യക്തിഗതപരമായ വിവരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. വ്യക്തിപരമായ വിവരങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ അങ്ങനെ ഒഴിവാക്കണം. 4 ഇനി അഞ്ചാമത്തെ നെസസറി ഫുഡ് നോട്ട്സ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഈ ഫുഡ് നോട്ട്സ് എന്ന് പറയാൻ തരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടേം ആയിരിക്കും യെസ്. ഇപ്പോൾ എന്താ പറയുക? ഓക്കെ, നിങ്ങൾ ജെൻസി കിഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളവിടെ കൊടുക്കണേ ജെൻസി കിഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ എന്ന് കൊടുക്കണം. ഓക്കെ, ഒരാൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണേ. 6ാമത്തെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ജെൻസി കിഡിനെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഓപ്ഷൻ യെസ് എന്നുണ്ട് അല്ലെങ്കിൽ നോ എന്നുണ്ട് അല്ലേ? ഈ ചോദ്യം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാണ് ജെൻസി കിഡ്സോ, അതിപ്പോൾ എന്താ സംഭവം? സൂപ്പർ കിഡ്സ് എന്നും അതേപോലെ മറ്റ് കിഡ്സിൻ്റെ ഒക്കെ പേരിൽ ഹോളിവുഡിലെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ജെൻസി കിഡ് എന്താണെന്ന് മൂപ്പർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജെൻസി കിഡ് എന്നതിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ കൊടുക്കാം. എന്നിട്ട് പറയാം ജെൻസി കിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1997 2012 ഇടയിൽ ജനിച്ച ആൾക്കാരെ നമ്മൾ ജെൻസി കിഡ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അടിയിലൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന എക്സ്പ്ലനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അടിക്കുറിപ്പുകൾ എന്ന് പറയുക. അപ്പോൾ ആവശ്യമായിട്ടുള്ള അടിക്കുറിപ്പുകൾ എന്തിനും നമ്മൾ ഇതിൻ്റെ കൂടെ നൽകണം. ഇനി അടുത്തത് ഈ പറഞ്ഞിരിക്കുന്നതാണ് ലിമിറ്റ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ബിറ്റ്വീൻ 20 to 25. ക്വസ്റ്റ്യനെയർ നമ്മൾ ചോദ്യാവലി തയ്യാറാക്കി വിചാരിച്ചാൽ എന്ത് ചെയ്യരുത്? അത് അയാളുടെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് വായിക്കാനുള്ള ചോദ്യങ്ങൾ അതിലുണ്ടാവരുത്. പകരം എന്താണ്? ഒരു 20-25 ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് പറഞ്ഞത് കേട്ടോ. 20-25 ചോദ്യങ്ങൾക്കിടയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എണ്ണം പരിമിതപ്പെടുത്തണം. ഓക്കെ, ഇനി അടുത്ത പറയുന്നത്
ക്വസ്റ്റ്യൻസ് ഷുഡ് ഹാവ് ലോജിക്കൽ ഓർഡർ. ആദ്യമായിട്ട് ഓരോന്ന് കൃത്യമായിട്ട് ചോദിക്കണം. ആദ്യം നമ്മൾ അയാളുടെ പേര് ചോദിക്കണം, പിന്നെ വയസ്സ് ചോദിക്കണം, അയാളുടെ ബാക്കിയുള്ള അടിസ്ഥാന വിവരങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമേ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. അല്ല ആദ്യം തന്നെ നിങ്ങൾ വിവാഹിതനാണോ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയാണോ എന്ന് ആദ്യം ചോദിക്കാൻ പാടില്ല. ആദ്യം അദ്ദേഹത്തിൻ്റെ ബേസിക് ഇൻഫർമേഷൻ ചോദിക്കണം അല്ലേ. അപ്പോൾ ഒരു ലോജിക്കൽ ഓർഡറിൽ വേണം നമ്മളിത് ചെയ്യാൻ, ഒരു യുക്തിസഹമായ ക്രമത്തോട് കൂടിയിട്ട് വേണം ചോദ്യാവലി തയ്യാറാക്കാൻ. ഇനി അടുത്ത ക്വാളിറ്റി എന്താ പറയുന്നത്, എട്ടാമത്തേന് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി. എന്താ സെൽഫ് എക്സ്പ്ലനേറ്ററി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു ചോദ്യം വായിച്ചു, നിങ്ങളുടെ പരീക്ഷ ഹാളിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ലാത്ത ക്വസ്റ്റ്യൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഇതിപ്പോൾ ചോദിച്ചത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്, അതോ അഗ്രികൾച്ചർ സെക്ടറിലുള്ള തൊഴിലില്ലായ്മയെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഇതിപ്പോൾ ശരിക്കും 1-ാം പാഠത്തെ ചോദ്യമാണോ 7-ാം പാഠത്തെ ചോദ്യമാണോ, ഇങ്ങനൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരില്ലേ. നിങ്ങൾക്ക് പരീക്ഷ ഹാളിലുണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്താണ്, എന്താ ഇപ്പോൾ ചോദിച്ചെന്നില്ല ചോദ്യം മനസ്സിലാകാത്ത പ്രശ്നം. എന്താ അതിന് കാരണം, അത് സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതാണ് പറഞ്ഞത്, സ്വയം വിശദീകരിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ പരീക്ഷാ പേപ്പറിൽ കാണുന്ന പോലുള്ള കൺഫ്യൂഷനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇനി 9-ാമതായിട്ട് പറഞ്ഞത് ക്വസ്റ്റ്യൻ ഷുഡ് ബി അട്രാക്റ്റീവ് ടു ഇംപ്രസ്. ഓക്കെ, അട്രാക്റ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞതാ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഉത്തരം കൊടുക്കാൻ തോന്നണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെപ്പോലുള്ള സുന്ദരനായ ഒരു വ്യക്തി അല്ലെങ്കിൽ സുന്ദരിയായ ഒരു വ്യക്തി +1 ഇപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ്, നമ്മളതിൽ വീടില്ലേ സുന്ദരനായ വ്യക്തി, എന്താല്ലേ സുന്ദരൻ, നമ്മൾ അതിൽ വീഴും. അങ്ങനെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കണം. അതായത് ഒലിപ്പീര് ചോദ്യങ്ങൾ കൊണ്ടുവരണം എന്നല്ല പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ദിനം ആൻസർ ചെയ്യാൻ തോന്നണം. അവർക്ക് എന്തെങ്കിലും ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ തോന്നണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ പുറമെ ലാസ്റ്റ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് ബി അൺആംബിഗസ്. അൺആംബിഗസ് എന്ന് പറഞ്ഞാൽ അവ്യക്തത ഉണ്ടാകാൻ പാടില്ല. അതായത് ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിരിക്കണം. എന്താണ് ചോദിച്ചതെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഇങ്ങനെ 10 ക്വാളിറ്റീസാണ് ഒരു ക്വസ്റ്റ്യനേറിന് സാധാരണ ഉണ്ടാവേണ്ടത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു 4 മാർക്കിനൊക്കെ 5 മാർക്കിനൊക്കെ ചോദിക്കുക, നിങ്ങളൊരു 5 പോയിൻറ്റ്സ് പഠിച്ചിക്കുക. മാക്സിമം നിങ്ങളൊരു 5 പോയിൻറ്റ്സ് എങ്കിലും പഠിക്കുക. ഒരു നല്ല ക്വസ്റ്റ്യനെയർ ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് 5 പോയിൻറ്റ്. നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് തോന്നുന്ന ഒരു 5 പോയിൻറ്റ്സ് ഉണ്ടാവും. ആ 5 പോയിൻറ്റ്സ് മാത്രം പഠിച്ചിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, നേരെ എന്ത് ചെയ്യുക അടുത്ത പേജും ഇതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ അതിൻ്റെ മലയാളം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മലയാളത്തിൻ്റെ കണ്ടിന്യൂഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ഇനിയും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, ഇപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ A+ ഗ്രേഡ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു 50+ മാർക്ക്. ഓക്കെ, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സെക്യൂർ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ ബേസ് ലെവൽ പഠിക്കാൻ കുറച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50-ൽ കൂടുതൽ മാർക്ക് എക്കണോമിക്സിനും, അതുപോലെ A+ ലെവൽ പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടിയാണെങ്കിൽ A+ ലെവലിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ റാപ്പിഡ് റിവിഷൻ ബാച്ച് ജോയിൻ ചെയ്യാം. കാരണം എന്താണ്, ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടൻസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ആ ഒരു ലെവലിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. 699 രൂപയാണ്. അതായത് നമ്മൾ സാധാരണ ഷർട്ട് വാങ്ങുന്ന ഡ്രസ്സ് വാങ്ങുന്നതിൻ്റെ വില മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്താണ് പുതിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ തൊട്ടതായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ വൺസ് അഗൈൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.